10 മോഡൽ 11 രജിസ്ട്രേഷൻ റീരജിസ്ട്രേഷൻ എല്ലാം ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള ഇന്നോവ 2010 അല്ലേ? 2,60,000 രൂപയ്ക്ക്. ഫസ്റ്റ് വണ്ടി ഇത് 2013 മോഡൽ 14 രജിസ്ട്രേഷൻ ഓൾട്ടോ 800 LXI സിംഗിൾ ഓണർ വണ്ടി. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. അതെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. 1.5 കയറ്റി കൊടുക്കാൻ പറ്റും, സ്ക്രാച്ച് ഒക്കെ കൂടെ പെയിന്റ് ചെയ്ത് 1,60,000 രൂപ കൊടുക്കാം നമുക്ക് ഫുൾ ഓൺ. 1.60 കൊടുക്കാൻ പറ്റൂ. റീപ്ലേസ്മെന്റ് ഉള്ളതിനെ കൊണ്ടാണോ വില? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല വണ്ടിയാണോ? ചെറിയ ചെറിയ സ്ക്രാച്ച് ഞാൻ പറഞ്ഞല്ലോ അബി. ഓക്കെ, അതിനുള്ള വില കുറച്ച് കൊടുക്കാം. അതെ, 160 കൊടുക്കാം നമുക്ക്. വാറന്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല, ഫുൾ ഓൺ. വാറന്റി ഇല്ല, പക്ഷെ ഫുൾ ഓൺ കിട്ടുന്നുണ്ടോ? 15 മുകളിൽ നമുക്ക് വാറന്റി കിട്ടല്ലേ? അതെ. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള നമ്മളെ കണ്ണൂർ ജില്ലയിൽ നേരെ പുറകിൽ കാണുന്നത് എടക്കാട് പോലീസ് സ്റ്റേഷനാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള മഹീന്ദ്രൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്നുള്ള ഓട്ടോമോട്ടീവ് ഡീലർഷിപ്പിലാണ്. ഇവിടെയുള്ള കുറച്ച് ഹൈലൈറ്റ് സാധനങ്ങൾ കാണിച്ചു തരാം. നേരെ ഒന്ന് തിരിഞ്ഞേ, ഈ ഒരു പോളോ കണ്ടല്ലോ. ഈ പോളോൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് കേട്ടോ. ഇനി ഓൾട്ടോ 800 നോക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് ഇഷ്ടം പോലെ 2015 മോഡൽ ഓൾട്ടോ 800 ഇങ്ങനെ അത്യാവശ്യം നല്ല വിലപ്പാകുള്ള ലോ ബഡ്ജറ്റ് വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാനുള്ളത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 100K സബ്സ്ക്രൈബേഴ്സ് ആവുന്നേരം ഒരു കാറ്, ഇതുപോലുള്ളൊരു കാറ് ഗീവ് അവേ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇത്രയും നേരം കാക്കിക്കൊരു കുഴപ്പമില്ല, എന്നെ കണ്ടപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ കാർ ഗീവ് അവേ കൊടുക്കുന്നതിൻ്റെ അത് പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. അടുത്ത നമുക്ക് 2011 മോഡൽ പോളോ 1,30,000 രൂപയ്ക്ക് ഡീസൽ പോളോ. 1,30,000 രൂപയ്ക്ക് ഡീസൽ പോളോ 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതെ, മെയിൻ്റനൻസ് സാധാരണ നമ്മൾ പോളോനെ കാണുന്നതിനേക്കാളും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നതായിരിക്കും. അതെ. വണ്ടി ഇപ്പൊ നിലവിൽ എന്താ കണ്ടീഷൻ ആണ്? വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, റണ്ണിങ് കണ്ടീഷൻ വണ്ടി, മെക്കാനിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ കംഫർട്ട് ലൈൻ ആണ്. അതുകൊണ്ട് തന്നെ ബാക്ക് സെൻസേഴ്സ്, ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഡീസലാണ് ഫ്യൂൽ ഓപ്ഷൻ. ഏകദേശം 15-18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. എയർ ബാഗ് ഡ്യുവൽ വരുന്നുണ്ട്. 2011 കംഫർട്ട് ലൈനിൽ എല്ലോയ്സ് വരുന്നില്ല. കംഫർട്ട് ലൈനുള്ള മിഡിൽ ഓപ്ഷൻ അതിനെ കൊണ്ട് റേറ്റ് 1,30,000 രൂപക്ക് 2011 മോഡൽ ഡീസൽ പോളോ. ലോൺ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവോ? 1 ലക്ഷം എന്തായാലും കിട്ടുമായിരിക്കും. 1 ലക്ഷം റേഞ്ചിൽ ലോൺ കിട്ടാൻ സാധ്യത ഉള്ളതല്ലേ? കിട്ടും. ഓക്കെ, അടുത്ത നമുക്ക് 2014 മോഡൽ ഇയോൺ ആണ്. നല്ല വണ്ടി, മാഗ്ന പ്ലസ് 2,15,000. 2014 ഇയോൺ മാഗ്ന പ്ലസ് അല്ലേ? അതെ, 40,000 കിലോമീറ്റർ ഓടി. മാഗ്ന പ്ലസ് എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, ക്വാളിറ്റി വണ്ടി. സാധാരണ 2 ലക്ഷം രൂപ റേഞ്ചിൽ 2014 ഇയോൺ കാണാറുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാ വില വ്യത്യാസം? എന്തുകൊണ്ടാണ്? കിലോമീറ്റർ കുറഞ്ഞ നല്ലൊരു വണ്ടി, നല്ല വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ടാണോ? അതെ അതെ. ഓക്കെ, നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ 14 ഇയോൺ തന്നെ 1.60-നും 15 നമുക്ക് ചെറിയ ചെറിയ പൈസ 50,000 രൂപയ്ക്ക് സ്പാർക്കുകൾ. 50,000 രൂപയ്ക്ക് സ്പാർക്ക്. ഇതൊക്കെ LS, എല്ലാ LS, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ്. അതെ, PS അല്ലേ? ഇത് PS, അത് LS. 1 ലിറ്റർ ആണ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ. വണ്ടി കണ്ടീഷൻ എന്താണ്? നല്ല വണ്ടികള്. വില എത്രയുണ്ട്? ഇതൊക്കെ 50,000 രൂപ കൊടുക്കാം. 2010 വണ്ടി 50,000 രൂപ LS. ഓക്കെ, അടുത്തത് ഇതും LS 50,000 രൂപ. ഇത് KL58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. ഇത് 9,000 തന്നെ റേറ്റ് വരുന്നത്. അതെ. അടുത്ത വണ്ടി 2010. ഫീച്ചർ സൈഡിൽ നമ്മൾ മുന്നേ കണ്ട സെയിം തന്നെയല്ലേ അനസ്ക? അതെ 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 അതെ. അല്ല, ഇതിന് പവർ വിൻഡോസ് വരുന്നുണ്ട്. ഇത് LS ആണ്. ഇത് LS, അത് PS. ഞാൻ പറഞ്ഞു, എടുത്തെടുത്ത് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, കേട്ട് തെറ്റിപ്പോയതാണ്, സോറി. ഇത് 50,000 തന്നെ 2010. അതെ, എല്ലാം റമദാൻ ഓഫർ. റമദാൻ ഓഫറിൽ എല്ലാം ക്ലിയർ ചെയ്യാല്ലേ? അതെ. ഓൾട്ടോ ഇത് 2012 മോഡൽ ഓൾട്ടോ LXI ആണ്. 800cc എഞ്ചിനാണ്. അതെ, ഓൾട്ടോ 800. AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. ആക്സിഡന്റ് ഹിസ്റ്ററി മേജർ ആയിട്ട് എന്തെങ്കിലും ഗ്ലാസ് മാത്രമേ റീപ്ലേസ്മെന്റ്, മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. റേറ്റ് എത്ര ചോദിക്കുന്നത് അനസ്ക? ഇത് 1,32,000 രൂപ. 1.32-ന് 2012 ആൾട്ടോ 800 LXI. ACയും പവർ സ്റ്റിയറിംഗ് എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ്. 2010 മോഡൽ 11 രജിസ്ട്രേഷൻ റീരജിസ്ട്രേഷൻ എല്ലാം ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള ഇന്നോവ 2010 അല്ലേ? 2,60,000 രൂപയ്ക്ക്. ഓക്കെ, ഇത് ബുക്കിംഗ് ആയിട്ടുണ്ട് അനസ്ക?
ഇത് ബുക്കിംഗ് ഒരാൾ ബുക്കിംഗ് ഉണ്ട്, ഇന്ന് ഡെലിവറി പോയില്ലെങ്കിൽ നമുക്ക് ഇനിയും കാണിക്കാം. 2.5 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും. 2010 ഇന്റർകൂളർ വരുന്ന എഞ്ചിനാണോ അത്? അതെ ഇന്റർകൂളർ വരുന്ന വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ ബോഡിയുമേ കാണുന്ന വൃത്തികേടുകളാണ് ഇതിനകത്ത് ഉള്ളത്. മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്, ചെറിയ കുറ്റങ്ങൾ. ഓക്കെ, ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? വലിയ കാര്യമില്ല, എന്നാലും ചോദിക്കുകയാണ്. കിലോമീറ്റർ 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് മീറ്ററിൽ. പക്ഷേ ഈ ഒരു എഞ്ചിൻ ഏകദേശം 8 ലക്ഷം ഒക്കെ ഓടിയത് നമ്മൾ കാണാറുണ്ട്. ഇന്നോക്കി കിലോമീറ്റർ ടൊയോട്ട എഞ്ചിൻ അതിനെ കൊണ്ട് വലിയൊരു പ്രശ്നം വരുന്നില്ല. മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി ആണെങ്കിൽ 50,000 രൂപ എടുത്ത് കസ്റ്റമർ മുടക്കിയാൽ എന്താ തോൽക്കാനില്ലല്ലോ. നോക്കാനില്ല, നോക്കാനല്ലേ തല്ലി കൊന്നാലും ചാവില്ലല്ലോ, അങ്ങനത്തെ എഞ്ചിനല്ലേ. 2018 മോഡല് ഡാറ്റ്സൺ ഡീഗോ 800 cc ആണോ? 800 cc സെക്കൻഡ് ഓണർ വണ്ടി, 50,000 കിലോമീറ്റർ, 1.25 ലക്ഷം രൂപ ഫുൾ ഓൺ. 2018 ഡാറ്റ്സൺ ഡീഗോ അല്ലേ? അതെ, നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ്. ടയർ കാര്യങ്ങൾ. ആൻഡ്രോയിഡ് ഒരു ക്യാമറ കൊടുത്ത് ബാക്ക് ക്യാമറ കൊടുത്ത് കാണുന്നുണ്ട്. അതെ, ആൻഡ്രോയിഡ് സെറ്റ് എന്തെങ്കിലും ചെയ്തിട്ടില്ല? ഇല്ല, കമ്പനി സിസ്റ്റം ആണ്. അതെ, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ്, 800 cc എഞ്ചിന്റെ അകത്ത് ഡാറ്റ്സൺ ഡീഗോ ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 1.25 ലക്ഷം രൂപ ഫുൾ ഓൺ. 1.25 റേറ്റ് വരുന്നുണ്ട്. അടുത്ത 2020 അടുത്ത വണ്ടി 2020 മോഡൽ, 2015 മോഡൽ ഓൾട്ടോ കേട്ടം VXi 2,35,000 രൂപയ്ക്ക്. 15 മോഡൽ ഓൾട്ടോ കേട്ടൻ. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 80,000. റീപ്ലേസ്മെന്റ് ഇല്ല. ഈ കാണുന്ന സ്ക്രാച്ച് കാര്യങ്ങൾ. ഓക്കെ, 2,30,000 രൂപ ഫുൾ ഓൺ. 15 മോഡൽ ഓൾട്ടോ കേട്ടം VXi. നമുക്ക് വേമ്പ ഇങ്ങോട്ടേക്ക് പോയാലോ? അൻസിക, 2015 മോഡൽ ഓൾട്ടോ കേട്ടൻ 2.35 റേറ്റ് വരുന്നുണ്ട്. ലോൺ നമുക്ക് ഏകദേശം 2.25 ക്യാഷ് ബാക്ക് കൊടുക്കാം. ഓക്കെ, 40,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഓൾട്ടോ കേട്ടന് മുകളിൽ 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന K സീരീസ് എഞ്ചിൻ ആണ്. അടുത്ത് 13 മോഡൽ ഫോർഡ് ഫിഗോ 1,40,000 രൂപ. 13 മോഡൽ ഫോർഡ് ഫിഗോ പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ സിംഗിൾ ഓണർ EXi. TDC ഡ്യൂറാടോർക്ക് എഞ്ചിൻ അല്ലേ വേരിയന്റ് ഏതാ? EXi എന്നുള്ളത് ബേസ് ആയിട്ട് ആയിരിക്കും വരുന്നത്. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. എയർ ബാഗ്സ് ഒന്നും വരുന്നില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടാണ്? കിലോമീറ്റർ 1 lakh റേഞ്ചിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല വണ്ടിയാണോ? അതെ. എടുക്കുന്ന എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു പീരിയഡിക്കൽ സർവീസ് എന്തായാലും ഒരു പഴയ വണ്ടി എടുത്താൽ ചെയ്യണ്ടേ. അതല്ലാതെ ഫോർഡിൽ നമ്മൾ സാധാരണ കാണുന്നതായിട്ടുള്ള അങ്ങനത്തെ കലാപങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. റേറ്റ് എത്ര ചോദിച്ചാൽ 1,40,000 രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് 1 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 ലക്ഷം ലോൺ കിട്ടുന്നുണ്ടോ? 1,40,000 ആണ് വണ്ടിക്ക് റേറ്റ് വരുന്നത്. എങ്ങനെയാലും 18-20 അതിന് പുറത്തും മൈലേജ് കിട്ടുന്ന ഫോർഡിന്റെ വണ്ടിയാണ് അടുത്തത്. അടുത്ത 2009 മോഡൽ ഷെവർലെറ്റിന്റെ ആവിയോ 50,000 രൂപ കൊടുക്കാം നമുക്ക്. ആവിയോ ആണോ യുവ ആണോ? അത് ആവിയോന്റെ കൂടെ ഒരു യുവയും കൂടി ഉണ്ട്. പേരിന്റെ ഏതാ? അനുസ്ക പവർ 50,000 രൂപക്ക് ആവിയോ യുവ. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഒക്കെ ഉള്ള വണ്ടി. പെട്രോൾ ആണ്. 1.2 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും. ബീറ്റിലൊക്കെ വരുന്ന LT അതിനെ കൊണ്ട് എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫോർഡ് പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഇങ്ങനെ ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. 2000 വണ്ടിക്ക് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുസ്ക? 50,000 രൂപ കൊടുക്കാം. 50,000 രൂപ. ഓക്കെ, ഈ 2 വണ്ടിയും കൊടുത്തതാണ്. ഇനി ഇങ്ങോട്ടേക്ക് ഇതോ ഈ ഓണ് 2015 കൊടുത്തതാ. അത് ബുക്കിംഗ് ആണ്. ഇത് ബുക്കിംഗ് ആണ്. 19 മോഡൽ ഓൾട്ടോണർ ബുക്കിംഗ്. 19 ഓൾട്ടോണർ എത്രയ്ക്ക് കൊടുത്തേ? 2019 ഓൾട്ടോണർ VXi പ്ലസ് ഓപ്ഷനിൽ കൊടുത്തത് നമ്മൾ 2,90,000 3 രൂപയ്ക്ക് എന്താ കൊടുത്തത്? 19 മോഡലോ? അതെ, ചാൻസ് റേറ്റ് ആണല്ലോ. അടുത്തത് 2018 മോഡൽ ഓൾട്ടോണർ. കിലോമീറ്റർ എത്രയാ? 2,80,000 രൂപ കൊടുക്കാം. LXi ആണോ? LXi. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 50,000. സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ് കൊണ്ട് 2018 മോഡൽ ഓൾട്ടോ 800 LXi. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? പറയത്തക്ക രീതിയിലുള്ള റീപ്ലേസ്മെന്റ് ഇല്ല. ഓക്കെ, എടുക്കുന്ന എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടോ അൻസിക? എടുക്കുന്ന വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. മഹീന്ദ്രന്റെ വാറന്റി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. 2018 മോഡലിന് കൊടുക്കാം. ഓക്കെ, 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന 2.85 റേറ്റ് പറഞ്ഞിട്ടുള്ളത്. എത്ര നമുക്ക് ലോൺ കിട്ടുന്നുണ്ടാവുക? ലോൺ 2.25 ലക്ഷം വരെ ലോൺ കൊടുക്കാം നമുക്ക്. ഓക്കെ, സെറ്റ്. ശരി. 2014 മോഡൽ നല്ലൊരു പുണ്ടോ ഇവോ. ഇത് ഇമോഷൻ ആണോ? ഇമോഷൻ ഫുൾ ഓപ്ഷൻ എന്നുള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ വീൽസ് കാണുന്നുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല ഷേപ്പ്, ABS, എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടി. നല്ല ഷേപ്പ് കാണുന്നുണ്ടല്ലോ. നല്ല വണ്ടി, നല്ല കിടില വണ്ടിയാണല്ലോ. നല്ല വണ്ടി. എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഒരു പ്രശ്നമില്ല. പെട്രോൾ ആണ്. അപ്പൊ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും നോക്കാനില്ല. മൈലേജ് ഒരു 13 റേഞ്ചിൽ സേഫ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുണ്ടൊക്കെ യൂസ് ചെയ്തവര് വേറെ വണ്ടിയിലേക്ക് പോകും.
റയറാണ്. ഫിഗോ, ഫിയാറ്റ്, ഐ മീൻ ഫോർഡ്, ഫിയാറ്റ് ഒക്കെ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് ആണ്. കംഫർട്ട് അത്രയും കൊടുക്കുന്നത്. പെട്രോൾ അതിനെ കൊണ്ട് മെയിൻ്റനൻസ് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ചോദിക്കുകയാണ് വണ്ടി നിലവിലുള്ള കണ്ടീഷൻ. 1,75,000 രൂപയ്ക്ക് നല്ലൊരു ഉണ്ടോ തൊട്ടടുത്ത അയൽവാസി കിലോമീറ്റർ 67,000 70,000 തോടി അയൽവാസി തെരഞ്ഞു വരില്ല എന്നുള്ള ഉറപ്പാണ്. പ്രതീക്ഷിക്കാം. അതെന്താ അങ്ങനത്തെ ഒരു വർത്താനം? അല്ല, വണ്ടിയുടെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെയല്ലേ പറയാൻ പറ്റും. ചെക്ക് ചെയ്തെടുക്കാൻ പറയാം. പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്യാലോ. വർക്ക്ഷോപ്പാണ് ഇവിടെ കൂട്ടിക്ക് വന്നിട്ട് പരിപൂർണമായിട്ട് ചെക്ക് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ എടുക്കുക. ഓക്കെ, ചെറിയ എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ പഴയ വണ്ടി ആവുമ്പോ. പരിഹരിക്കാനുള്ള ഒരു റേറ്റ് ഗ്യാപ്പ് ഞാൻ കാണുന്നുണ്ട്. എനിക്കിപ്പോ എല്ലാം പറയാൻ പറ്റൂല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടുന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ശരി, അടുത്തത് ഇയോണ് ഡിലൈറ്റ് ആണ്. K46 ചാവക്കാട് രജിസ്ട്രേഷൻ ആണ്. 1,25,000 രൂപയ്ക്ക് 2012 മോഡൽ ഇയോൺ. താൻ നേരത്തെ അവിടെ ചോദിച്ചല്ലോ എന്താണ് പൈസ കൂടി. 2013 മോഡൽ ഇയോൺ ആണ്. 1,25,000 രൂപയ്ക്ക്. യെസ്, ഓക്കെ. 70,000 രൂപക്ക് വാഗണർ. താൻ ഇനി പൈസ കൂടുതലാന്ന് പറഞ്ഞല്ലോ. 13 മോഡൽ. ഞാൻ നല്ലപോലെ വെയിലിനെ കൊണ്ട് വറുത്ത് പോകുന്നുണ്ട്. നിങ്ങളും കൂടെ വറക്കരുത്. കുറച്ചുകൂടി സ്പീഡാക്കി പോയാൽ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചോട്ടെ. 800 cc ഇയോണാണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. മനസ്ക 13 ഇയോൺ 1.25 റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ലോൺ വേണ്ടി 1.25 കൊടുക്കാം. നമുക്ക് 1.25 കൊടുക്കാലോ. 1.25 1.40 റേഞ്ചിൽ ലോൺ കയറുന്നതാണ്. ചോദിക്കേണ്ട ഒരു കാര്യം, കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 80 ഒക്കെയാണ് തോന്നണേ, ഏകദേശം രൂപരേഖ. ഓൾഡ് ഷേപ്പ് 70,000 രൂപയ്ക്ക് വാഗണർ. 70,000 രൂപയ്ക്ക് വാഗണർ. KL13 Q എന്ന് പറയുന്നത് കണ്ണൂർ 2006 മോഡൽ. അതെ. LSI ആണോ VXI ആണോ? LSI അല്ലത്, VXI ആണ്. കാരണം ടാക്കോമീറ്റർ ഉള്ളിൽ കാണുന്നുണ്ട്. ലിമിറ്റഡ് എഡിഷനിൽ വരുന്നതാണ്. ഐ മീൻ ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ് ടാക്കോമീറ്റർ. 70,000 രൂപ കൊടുക്കാം. 70,000 വണ്ടി ലോക്കായി പോയി. റിന്യൂവൽ ഒക്കെ 2026 വരെ വരിക. ഉണ്ടാവും. മൈലേജ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. അത്യാവശ്യം കംഫർട്ടും അത്യാവശ്യം നല്ല സ്പേസും ഒക്കെ വേണമെന്ന് വിചാരിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് എല്ലാം വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ആണ്, എല്ലാം സെറ്റ് ആണ്. അടുത്തത് ഹ്യുണ്ടായിന്റെ ഗെറ്റ്സ് റെഡ് കളർ. 55,000 രൂപയ്ക്ക് ഗെറ്റ്സ്. ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് കാണുന്നുണ്ട്. മോഡൽ ഏതാ? 2000 ഇപ്പൊ റിന്യൂവൽ ചെയ്ത വണ്ടി. 2008 ആണോ? അപ്പോ 2006 ആണെന്നോ? 2006 മോഡലാ. 1924. 2004 5 സാറല്ലേ പോട്ടെ. അത്രയും വണ്ടി ഇടാവുന്നേരോ എൻസൈക്ലോപീഡിയക്ക് പോലും തെറ്റിപ്പോവും. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിൽ വൈപ്പർ കാണുന്നുണ്ട്, ഡീഫോഗർ കാണുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോസ് ഇവിടെ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ജെറ്റ്സിന്റെ പെട്രോൾ എഞ്ചിൻ എത്ര വരുന്നത്? 1.1 ആണോ 1.2 ആണോ? 2 അല്ലേ വരുമോ? എനിക്കറിയില്ല. അറിയുന്നവരുണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ജെറ്റ്സിന്റെ എഞ്ചിൻ എത്ര വരുന്നുള്ളത്. എന്തായാലും മൈലേജ് കുറച്ച് കുറവായിരിക്കും, പക്ഷെ പവറിന് വലിയൊരു ഷോർട്ടേജ് ഉണ്ടാവില്ല. നല്ല വണ്ടിയാണ്, മെക്കാനിക്കലി നല്ല വണ്ടിയാണ്. ഓക്കെ, ലോണൊന്നും കിട്ടുന്നുണ്ടാവില്ല. ഈ 16 മോഡൽ കിഡ് ആണ്. 800 cc 16 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിഡ്. RX എന്നുള്ള ഫുൾ ഓപ്ഷൻ. അതെ, AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, പവർ വിൻഡോസ് ഉണ്ടാവും. 2016 800 cc ഇയോൺ, ഐ മീൻ കിഡ് അതിനെ കൊണ്ട് എയർ ബാഗ് വരുന്നുണ്ടാവില്ല. ഇല്ല. കിലോമീറ്റർ നിലവിൽ കാണുന്നത് 62,361 കിലോമീറ്റർ. 2,10,000 രൂപ കൊടുക്കുക ഫുൾ ഓൺ. 2016 ഇയോൺ അല്ലേ? അല്ല, 2016 കിഡ് അല്ലേ? 2,10,000 രൂപ ഫുൾ ഓൺ. അത്യാവശ്യം ഷേപ്പ് കാണുന്നുണ്ട്. വേറെ റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല. ഓക്കെ. 2014 മോഡൽ സെലേരിയോ VXI 2.25 ലക്ഷം രൂപ ഫുൾ ഓൺ. 14 മോഡൽ സെലേരിയോ ഉള്ളത്. അതെ, മണ്ണും പൊടിയും പിടിച്ച് കിടക്കുന്നതാണ്. റോഡ് സൈഡിൽ തന്നെ വണ്ടി കഴുകി വൃത്തിയാക്കിയിട്ടേ കൊടുക്കൂ. ഓക്കെ. K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവും. LSI, VXI, ZSI. VXI എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടി പോയത് കൊണ്ടാണ് 2.25 ലക്ഷം രൂപ ഫുൾ ഓൺ. 2014 അല്ലേ? അതെ. ഫീച്ചർ സൈഡിൽ 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും, AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ്. ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 15-ന് മുകളിൽ യൂസേജ് പോലെ കിട്ടുന്നുണ്ടോ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല. ഫുൾ ലോണിൽ 2.25 റേറ്റ് വന്നിട്ടുള്ളത്. അടുത്തത് ഏതാ? വെൻഡോ 2011 മോഡൽ ഡീസൽ വെൻഡോ. ഹൈലൈൻ്റെ എല്ലോയ്സ് കാണുന്നുണ്ട്. ഹൈലൈൻ ആണോ? ഇത് കംഫർട്ട് ലൈൻ ആണ്. എല്ലോയ്സ് വേറെ ചെയ്തതാണ്. ഓക്കെ. 2,25,000 രൂപ കൊടുക്കാം. ഡീസൽ ആണ്. TDI എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. വെൻഡോ 1.5 അല്ലേ വരിക? 1.5 ആണ് വരുന്നത്. ഡീസൽ ആണ്. വണ്ടി ലോക്കാണ്. 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. എയർ ബാഗ് 2 ഡ്യുവൽ എയർ ബാഗും വരുന്നുണ്ടാവും. 1 ലക്ഷത്തിൽ കിലോമീറ്റർ ഓടി 2,25,000 രൂപ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 2.25 2011 കംഫർട്ട് ലൈൻ അല്ലേ? അതെ. ഓക്കെ. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. വില വ്യത്യാസം ഉണ്ട്. വ്യത്യാസം കുറവല്ലേ?
1.25 കാണാറുണ്ട് 2017 കംഫർട്ട് ലൈന്. ഡീസലാ? ആ ഇല്ല, ഡീസൽ 2,25,000 ആണല്ലേ? അല്ല എടുക്കുന്നൊക്കെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ വിലക്കുള്ള മുതലുണ്ട്. സാധാരണ 1.25 വണ്ടി, നല്ല വണ്ടി. ഓക്കെ, അടുത്തത് നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലേ. രണ്ടുപേര് ഏകദേശം പഴുത്തിട്ടുണ്ട്, ക്യാമറമാൻ തളർന്ന് വീണിട്ടുണ്ട്. അപ്പോ നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ അങ്ങ് പോവാം. മറ്റുള്ള കാര്യങ്ങളെ സെറ്റ്. അപ്പൊ അതിനെ കൊണ്ടാണ് ഇത്ര സ്പീഡ് പോകുന്നത്. അതെ, കുറച്ച് കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ മനസ്സിലാക്കാം. മാക്സിമം സ്പീഡാക്കി പറയുന്നുണ്ട്. നിൽക്കാൻ പറ്റുന്നില്ല. 2010 മോഡൽ വാഗണർ ആണ്. ഓൾഡ് ഷേപ്പ് കെ സീരീസ് അല്ല എഞ്ചിൻ വരുന്നത്. 1.1 ലിറ്റർ ആയിരിക്കും എഞ്ചിൻ വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 2010 വാഗണർ 1,27,000 കൊടുത്തേക്കാം. 127. എന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല, പക്ഷെ 2,000 റുപ്യ. അല്ല, നിങ്ങൾ ഏകദേശം ഒരു വില, ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അത് വെറുതെ ഒരു ആവേശത്തിന് ഓർത്ത് പറഞ്ഞു നോക്കി. വില കുറവാകുന്നേരം നമുക്ക് വീഡിയോ ചെയ്യേണ്ട. അനസ്കത്ത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് സെക്കൻഡ്. എന്തെങ്കിലും കലാപങ്ങളുള്ള വണ്ടിയാണ്? കലാപങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയാത്ത പഴയ വണ്ടിയാണ്? 1,27,000 കൊടുത്തേക്കാം നമുക്ക്. വാ, അത്യാവശ്യം നല്ല റേറ്റ് ആണ്. നമുക്ക് നേരെ അറ്റത്തേക്ക് പോയാലോ? ലോ ബഡ്ജറ്റിൽ വാഗണർ ഇന്ന് ശരിയാക്കണം. വണ്ടിക്ക് ടൈറ്റ് ആക്കിയിട്ട് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം കാറ്റലോഗ് ഒന്ന് അപ്ഡേറ്റഡ് ആണെങ്കിൽ ഫോട്ടോസ് ഒക്കെ ചോദിക്കുകയാണെന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. 100% മാക്സിമം ഫ്രണ്ട് ഒന്നും ഈ വണ്ടിന് കിട്ടുന്നില്ല. അനസ്കത്ത് 2015 16 അനസ്ക 15 മോഡൽ ഓൾട്ടോ 800. 2015 ആൾട്ടോ 800. അതെ, 1,90,000 കൊടുക്കാം നമുക്ക്. 15 മോഡൽ ഓൾട്ടോ 800. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 85 ഓടിട്ടാ. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. ഓക്കെ, എന്തൊക്കെയോ ഗ്ലാസ് എന്തോ റീപ്ലേസ്മെന്റ് ഉണ്ട്, വേറെ കുറ്റി കിറ്റി ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആയിട്ട് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. 1,90,000 ഫുൾ ഓൺ കയറുമല്ലേ? ഫുൾ ഓൺ ക്യാഷ് അങ്ങോട്ടേക്ക് കൊടുക്കാം. 2010 മോഡൽ മാരുതി 800 85,000 കൊടുക്കാം. MPFI ആണ് എഞ്ചിൻ വരുന്നത്. 800cc ആണ്. അതെ, ഏകദേശം 18-20 റേഞ്ചിൽ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവും. അൻസിക, ഇത് AC ആണോ നോൺ AC ആണോ? സ്റ്റാൻഡേർഡ് ആണ്. AC ഉണ്ടാവില്ല, പവർ സ്റ്റിയറിംഗും വരുന്നുണ്ടാവില്ല. പക്ഷെ ഡ്രൈവിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് പറ്റുന്നൊരു 800 ആണ്. 2010 മോഡൽ ഓൾട്ടോ, ഐ മീൻ മാരുതി 800. 2008 മോഡലായിട്ട് 2008 മോഡൽ ആയിട്ട് അതിനെ കൊണ്ട് IRD ഓക്കെ. പുതിയ റിന്യൂവൽ എടുത്തു കൊടുക്കും അല്ലേ? ചെയ്ത വണ്ടി, എടുത്ത വണ്ടി. ഓക്കെ, 1,05,000 കൊടുക്കാം. 1,05,000 IRD ആണ്. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? മാഗ്നയാണോ ഇറയാണോ? പ്ലസ് ഇറയാണ്. ഇറ എന്നുള്ളത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഫീച്ചർ സൈഡിൽ AC, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, 5 വർഷത്തേക്ക് 1.1 ലിറ്റർ എഞ്ചിൻ ആണ്. പേപ്പർ 5 വർഷത്തേക്ക് എടുത്ത വണ്ടി. ഓക്കെ. ഏകദേശം 13 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. കുറച്ച് പവർ കൂടുതലായിരിക്കും, മൈലേജ് ലേശം വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. വീണ്ടും ഐറ്റം തന്നെയാണ്. 2013 മോഡലാണ്. അതെ, മുന്നേ 1.80 അങ്ങാണ്ട് 1,70,000 കൊടുക്കുക. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. ഓക്കെ, ഇത് IRD ആണോ കാപ്പയാണോ? കാപ്പേജിനല്ലേ? ഷേപ്പ് കണ്ടിട്ട് 13 ഫേസ് ലിഫ്റ്റ് ആണ്. ഇത് വേരിയന്റ് മാഗ്നയാണോ അല്ലെങ്കിൽ മാഗ്ന 2013 അല്ലേ? അതെ, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് 1,70,000 കൊടുക്കാം. ഓക്കെ, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ ഈ പറഞ്ഞൊന്ന് പോകാൻ കഴിയട്ടെ. നല്ലൊരു മുന്നേറ്റമായിരിക്കും. ഇത്രയൊക്കെയായിരിക്കും ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. അനസ്ക ലോൺ കിട്ടുമോ? 2013 മോഡലിന് 1.5 ലക്ഷം ലോൺ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മളോട് റാപ്പ് ചെയ്യണം. വീഡിയോയിൽ കാണിച്ച വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. നിങ്ങൾക്ക് അനസ്കനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അവർ കോൺടാക്ട് നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.